ഹായ് ഫ്രണ്ട്സ്, എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ മക്കൾക്കൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, കുറേ ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെയായിരുന്നു. ഇന്നലെ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും മോൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഡോക്ടറെ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പനി തന്നെയാണ്, വേറെ ഒന്നുമല്ല. പനിയായ കാരണം തന്നെയാണ്. ഒരുപാട് കഫക്കെട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ബ്ലഡിൽ കൗണ്ട് കൂടുതലും ESR ഒക്കെ കൂടുതലൊക്കെ ആയിരുന്നു. അപ്പോൾ 5 ദിവസം കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ പിന്നെ കുറഞ്ഞോ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആശുപത്രി കെട്ടി കളിക്കുകയാണെന്നൊക്കെ പറയില്ലേ, അതാണ് വീട്ടിലെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടും കുറേ ദിവസമായി. അപ്പോൾ വീഡിയോ ദിവസം ചെയ്യാണ്ടിരുന്നപ്പോൾ വീഡിയോ കയറുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വയ്യെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത്. അതുകൊണ്ട് ഈ ജനൽ എപ്പോഴും അടച്ച് തന്നെ ഇടണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ കെട്ടുപോവുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു ജനൽ എപ്പോഴും അടച്ച് ഇടുകയാണ്. അപ്പോൾ എന്തായാലും ഇക്കാൻ്റെ ഉമ്മ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അപ്പോൾ നേരത്തെ നമുക്ക് ഒത്തിരി നേരം കിടക്കാനൊന്നും പറ്റില്ലല്ലോ. കറക്റ്റ് മരുന്നും ഒക്കെ ഒറ്റിച്ച് കൊടുക്കണം കണ്ണിൽ. അപ്പോൾ നേരത്തെ കാലത്ത് തന്നെ എണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചായ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇക്കയുണ്ട് കേട്ടോ, ഇക്കയുണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചായ കൊടുക്കണം. പൊന്നൂസും ട്യൂഷന് പോയിരിക്കുകയാണ്. അവനിപ്പോൾ വരുമ്പോഴേക്കിനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ വേഗം പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പലഹാരമൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് വേഗം എന്താ ഉണ്ടാക്കുക എന്നൊക്കെ. അപ്പോൾ അടുക്കളയിൽ ചായ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കിനും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്കൂളുള്ള ടൈമിൽ മദ്രസ 8 മണിക്കാണ് വിടുക. അപ്പോൾ 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ആ മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പട്ടിക്കുട്ടിനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഓടിച്ച് കളിക്കുകയാണ് അവർ. കണ്ടില്ലേ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടിക്കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതിപ്പോൾ എന്താണെങ്കിലും കുഞ്ഞുങ്ങളെ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനെന്തൊക്കെയോ വിശേഷം പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ അങ്ങനെ അവരെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ വേറെ ഉപ്പുമാവായിരുന്നു, റവയുടെ ഉപ്പുമാവായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സേമിയ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദിവസം ഉപ്പുമാവാണോ എന്ന് വിചാരിക്കും. അതൊന്നുമല്ല, എൻ്റെ മിക്സിയുടെ ജാറ് പൊട്ടി. ഞാൻ മിക്സിയിലാണ് അരക്കലൊക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ ദോശയ്ക്കാണെങ്കിലും ഇഡലിക്കാണെങ്കിലും ഞാൻ മിക്സിയിലാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡ് പൊട്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അതില്ലാത്ത കാരണം ഇഡലിയും ദോശയും കുറച്ച് ദിവസത്തേക്ക് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് മക്കളുടെ അടുത്ത് പറയണേ. അപ്പോൾ അവർ പറയണം, അമ്മച്ചി ദോശ മിസ്സാവണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ. അപ്പോൾ ഞാൻ മക്കളെ ഇത് ശരിയായിട്ട് ഞാൻ ആക്കി തരാട്ടോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ബ്ലേഡ് ഇടാൻ വേണ്ടിയിട്ട് കടയിൽ കൊണ്ടുപോകാൻ ഇവിടെ ആളില്ല. എല്ലാത്തിനും ഞാൻ തന്നെ പോകണ്ടേ. ഇപ്പോൾ ഒക്കാക്ക് വർക്കായതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എല്ലാത്തിനും ഓടണം. അപ്പോൾ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ പോക്കും വരവൊക്കെ ആയ കാരണം അതൊന്നും നേരാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നും വേണം പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെളിയിൽ വന്ന് ഇരുന്നാണ്. ഉമ്മാനെ കാണാൻ ഇക്കാൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ വണ്ടിയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ വെളിയിൽ വന്നിരുന്നപ്പം ഭയങ്കര കാറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല കാറ്റാണ്. ഇങ്ങനെ മഴ പെയ്യുമ്പോഴൊക്കെയാണ് ഇങ്ങനെ കാറ്റുണ്ടാകാറുള്ളത് എല്ലാവിടെയും. പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് നല്ല കാറ്റാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ കാറ്റും കൊണ്ടിരുന്നാൽ ശരിയായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അരിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് എന്താണ് ഉച്ചക്കലും നല്ല എളുപ്പമുള്ള കറിയൊക്കെ ആണെങ്കിൽ വേഗം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കാമല്ലോ എന്നൊക്കെ ഉള്ള ആ ഒരു വിചാരത്തിലാണ് കേട്ടോ. അപ്പോൾ ഒക്കെ അന്ന് പറഞ്ഞു അയില വാങ്ങിച്ചിട്ട് കുറേ ദിവസമായില്ലേ, അപ്പോൾ അയില വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ശരിയെന്ന് വിചാരിച്ചിട്ട് ഞാനും പിന്നെ അതാകുമ്പോൾ വേഗം വേറെ എന്താ കൂട്ടാനെന്ന് ഉപ്പേരിക്കോ അല്ലെങ്കിൽ തോരൻ വയ്ക്കാനൊന്നും നമുക്ക് റെഡിയാക്കണ്ടല്ലോ. ഇത് കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യാം, പിന്നെ കറിയും വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എളുപ്പപ്പണികളാണ് നോക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, മക്കളുടെ പിന്നാലെ ഒരു മാസത്തോളമായി ഞാനും ഓടുന്നു. എനിക്കും തീരെ വയ്യ കേട്ടോ. ഭയങ്കര ടയേർഡാണ്, ഭയങ്കര ക്ഷീണമുണ്ട്. കുറച്ച് നേരം പണി ചെയ്യുമ്പോഴേക്കും കിടക്കാൻ വേണ്ടി തോന്നുകയാണ്. പക്ഷേ എന്താ ചെയ്യുക, ഓരോരോ പണി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചോറൊക്കെ ഞാൻ ഇറക്കി വെച്ചു കേട്ടോ, റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അയല വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് നല്ല അയലയും മത്തിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ
മത്തി നോക്കിയപ്പോൾ ചെറിയ കുഞ്ഞ് മത്തിയിട്ടാണ്. അപ്പം ഞാൻ വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റാണത്. പക്ഷെ നേരാക്കണം വൃത്തിയാക്കേണ്ട ആ ഒരു ഇത് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ അയില തന്നെ വാങ്ങിച്ചു. അപ്പോൾ ഇക്കയാണ് എനിക്ക് ചില സമയത്തൊക്കെ നേരാക്കാനും വൃത്തിയാക്കാനൊക്കെ ഒക്കെയാണ് സഹായിക്കാറുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇക്കാക്ക് ഇന്നും വർക്കിന് പോകണം. പക്ഷെ ഉച്ച വരെ ഒരു സമാധാനമുണ്ട്. അപ്പോഴേക്കും ഞാൻ ഓരോ പണി കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ മിക്സിയുടെ ജാറ് കേട് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വേറെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇക്കാനെ ഞാൻ വിട്ടാക്കി. എന്നിട്ട് ഞാൻ തന്നെ വൃത്തിയാക്കുകയാണ്. നേരാക്കണതിൻ്റെ ആ ഒരു വൃത്തിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നണു അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ വറുക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ മുളക് തിരുമ്പി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ലാഗ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും കയറുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എനിക്ക് അറിയിക്കണം. നിങ്ങളുടെ കമൻസ് കാണുമ്പോഴാണ് എനിക്ക് ഒരുപാട് വീഡിയോസ് ഇടാനും എല്ലാം തോന്നണത്. അപ്പോൾ നമ്മളെ തളർത്താണ്ട് നമ്മളെ വളർത്താൻ നോക്കണേ എല്ലാവരും. അപ്പോൾ എന്തായാലും ഞാനൊന്ന് മീൻ കറി വെക്കട്ടെ കേട്ടോ. അയലക്കറി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ അവിടെ കിടക്കുന്നുണ്ട്. കണ്ണിൽ വയ്യാത്തത് കൊണ്ട് തന്നെ ഉമ്മക്ക് പിന്നെ അല്ലെങ്കിൽ ഉമ്മ എന്തെങ്കിലും ഉള്ളി പൊളിക്കാനൊക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ ഒന്നിനും പറ്റില്ലല്ലോ. അതുകാരണം കൊണ്ട് ഞാൻ എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കറി ഒന്ന് വെക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല. മീൻ കറി തന്നെയല്ലേ. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ഇന്ന് മീൻ കറി വെക്കണത്. അതാകുമ്പോൾ 2 നേരത്തിനൊക്കെ ആവുമല്ലോ. അല്ലെങ്കിൽ കുറച്ച് മാത്രം ഉണ്ടാവുള്ളൂ നമ്മൾ വറുക്കാനൊക്കെ എടുക്കണ കാരണം. അപ്പോൾ 2 നേരത്തിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കുടംപുളി ഞാൻ ചേർത്താറില്ല കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ ആ ഒരു പൂതി തോന്നുമ്പോൾ മാത്രം ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പുളിപുളി തന്നെ ഒഴിച്ചിട്ട് വെക്കാറുള്ളത് കൂടുതലും. അപ്പോൾ അവിടെ ചാറൊന്ന് തിളയ്ക്കുമ്പോഴേക്കിനും തേങ്ങ ഒരു മുറി തേങ്ങ ചിരകി അവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ വെറുതെ കറണ്ട് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. വേഗം കറി വെക്കാലോ എന്നുള്ളതിൽ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ ഉച്ചക്കാലത്തെ ഉള്ള മീൻ കഴുകിയതും വൃത്തിയാക്കിയതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളും കൂടെ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നായിട്ട് കഴുകാന്നുള്ളതിലാണ് ഞാനതവിടെ ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ അപ്പോഴേ കഴുകി വെക്കണതാണ്. പക്ഷെ മീൻ ഇനിയിപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടാകും. അപ്പോൾ ഒന്നായിട്ട് കഴുകി വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാഗടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടൈം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കുന്നുണ്ട് എന്തായാലും. അപ്പോഴേക്കും നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ലേശം കറി ഒന്ന് കുറുകിയിട്ട് വേണം കേട്ടോ നമ്മൾ മീനൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലാണ്ട് ഒരു തിളച്ചത് നമ്മൾ പെട്ടെന്ന് തന്നെ മീൻ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ചാറിൻ്റെ സത്തൊന്നും അങ്ങനെ നല്ല ടേസ്റ്റിൽ കിട്ടാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുറുകി വറ്റിച്ചെടുക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ പിന്നെ മീനൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ മീൻ ചേർത്തിട്ട് ഞാൻ ഒരുപാട് തിളപ്പിക്കണില്ല. അപ്പോഴേക്കും നമുക്കിതാ തേങ്ങ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ. അപ്പോൾ അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് തിളപ്പിക്കാണ്ട് നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൽ ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില നുറുക്കി അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടുപ്പിൽ തന്നെ വറുക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കണുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അടുപ്പിൽ ആ ഒരു പണിയും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ സമാധാനത്തിൽ പാത്രമൊക്കെ കഴുകി വെക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഞാനിത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മീൻ വറുക്കണത്. നല്ല വിലയാണ് വെളിച്ചെണ്ണയ്ക്കും അതുപോലെ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് ഇപ്പോൾ. അത് പറഞ്ഞിട്ട് നമുക്ക് കറി വെക്കാണ്ടിരിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഞാനിതാ ഓരോ മീനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഇത് കഴിച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ അതിനുള്ള ധൃതിയിലാണ് ഞാൻ വേഗം ചെയ്യണത്. പാത്രങ്ങളും കൂടി കഴുകാണ്ട് ഞാൻ വേഗം ചോറും കറിയും ആക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കഴിക്കാണ്ട് പോകുക.
അപ്പോൾ ഇന്നലെ അതേപോലെ കഴിക്കാണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇന്നും കഴിക്കാണ്ട് പോയാൽ ശരിയായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചോറും കറിയൊക്കെ ആയിട്ട് ഇക്കാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ് ഞാൻ, കാരണം അവിടെ ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ മീനായതിൻ്റെ. അപ്പം ഞാൻ കുറച്ച് ലൈസോളൊക്കെ ഇട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചു. ഈ ഭാഗത്തൊക്കെ മീൻ വറുക്കുമ്പോൾ തെറിച്ചിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പം തന്നെ ആ ലൈസോൾ ഇട്ടിട്ടൊന്ന് എല്ലാവിടെയും തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മളിത് ആ പാത്രങ്ങളൊക്കെ കഴുകി കണ്ടില്ലേ, ഒരു ലോഡ് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉച്ചക്കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാക്ക് ഞാൻ ഭക്ഷണം കൊടുത്ത് ഇക്ക പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.